ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി കേട്ടോ. ഇപ്പോൾ തന്നെ കാഠ്മണ്ഡുവിലെത്തി. ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലെത്തി കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ബാഗ് എടുത്ത് ഇറങ്ങുകയാണ്. ഞാൻ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡു എത്തി കേട്ടോ. ഇതാണ് കാഠ്മണ്ഡു ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റ് കേട്ടോ, വിസ്താരയുടെ ഫ്ലൈറ്റ് എന്ന് അടിപൊളി സാധനം. ഈ വണ്ടിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോകണം കേട്ടോ. പിന്നെ ബോർഡിങ്ങും ചെക്കിങ്ങും ഇതൊക്കെ. നമ്മുടെ ഫ്ലൈറ്റ് അതാണ് കേട്ടോ, വിസ്താര. നമ്മളതിൽ ഇറങ്ങി ഇനി ഇവിടെ വന്നു. ഇനി ഇവിടെ നമുക്ക് ചെക്കിങ് ഉണ്ട്, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മ് കറൻസി ഒക്കെ ചേഞ്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നല്ലൊരു എന്താ പറയുക, ബുദ്ധയുടെ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. നേപ്പാൾ ദ ബർത്ത് പ്ലേസ് ഓഫ് ലോർഡ് ബുദ്ധ. നല്ല ഭംഗിയുണ്ടല്ലോ അങ്ങനെ വെറൈറ്റി ഉണ്ട്. ഇനി നമ്മൾ പാസ്പോർട്ട് കൺട്രോൾ ഇവിടെ തന്നെ നമുക്ക് ഇമിഗ്രേഷൻ്റെ ചെയ്യണം. പിന്നെ സിം എടുക്കണം, കറൻസി ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം നമ്മുടെ ബാഗ് കളക്ട് ചെയ്യണം കേട്ടോ. ഉള്ളിലേക്ക് പോവുക, അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിൽ വന്ന് ഇറങ്ങി ചെക്കിങ്ങും ഇമിഗ്രേഷനും ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് നമുക്കിത് കാണുന്നില്ല. അവിടെ നമുക്ക് സിമ്മ് കറൻസി ഒക്കെ മാറ്റാം. അതിന് ATM ഉണ്ട്, സിം എടുക്കാം. അപ്പോൾ നമ്മുടെ ആൾ പുറത്തുണ്ടോ നോക്കിട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പറഞ്ഞിട്ടുള്ള ആൾ പുറത്തുണ്ടാവും പ്ലേ കാർഡായിട്ട്. പോട്ടാലോ എന്ന് പറഞ്ഞിട്ട് പോട്ടാലോ എന്നിട്ടുള്ള ഹോട്ടലാണല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൾ പുറത്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. വെൽക്കം ടു നേപ്പാൾ. ഉണ്ട് ഇവിടെ സിം എടുക്കാനും കറൻസി മാറ്റാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. നമ്മൾ ഔട്ട് സൈഡിലേക്ക് എത്തി. സിം എടുക്കാനുള്ള സെറ്റപ്പ് കൂടി കേട്ടോ. എൻസെൽ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ട. ജോണി വാക്കറിൻ്റെ ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് സ്മോളൊക്കെ മേടിക്കാം, മിഠായികൾ മേടിക്കാം, ചോക്ലേറ്റ്സ് എല്ലാം മേടിക്കാം.